സോണിയാഗാന്ധിയുടെ വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് കൊല്ലത്തേക്ക് പോകാം. കൊല്ലം കോർപ്പറേഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഡിവിഷനാണ് മുണ്ടക്കൽ. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ 21-കാരിയെയാണ് കോൺഗ്രസ് ഇവിടെ മത്സരത്തിനിറക്കിയത്. SN ലോ കോളേജിലെ BALLB വിദ്യാർത്ഥിയായ ജയലക്ഷ്മിയെ വിജയിപ്പിക്കാൻ സഹപാഠികളും പ്രചാരണ രംഗത്ത് സജീവമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വാർത്ത കണ്ടുകൊണ്ട് ഇന്നത്തെ ഇലക്ഷൻ ഹെറാൾഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ വൈകിട്ട് 7 മണിക്ക് കാണാം. നമസ്കാരം. ജനവിധി എന്ന പരീക്ഷയിൽ വിജയിക്കാൻ ജയലക്ഷ്മി രാവും പകലും പരിശ്രമിക്കുകയാണ്. ജയലക്ഷ്മിക്ക് പിന്തുണയുമായി സഹപാഠികളും വോട്ട് തേടിയിറങ്ങി. SN ലോ കോളേജിലെ BALLB 7ാം സെമിസ്റ്റർ വിദ്യാർത്ഥിനിയായ ജയലക്ഷ്മി തികഞ്ഞ വിജയപ്രതീക്ഷയിൽ പ്രചരണത്തിൽ 3ാം ഘട്ടവും പൂർത്തിയാക്കി. KSU യൂണിറ്റ് പ്രസിഡന്റായ ജയലക്ഷ്മി ക്ലാസ് കഴിഞ്ഞാലുടൻ പ്രചരണം ആരംഭിക്കും. കോളേജിലെ 6ാം സെമിസ്റ്റർ പരീക്ഷയും ജനവിധി തേടലും ഒരേ സമയത്തായതിനാൽ 2 പരീക്ഷകളാണ് നേരിടുന്നത്. കൊല്ലം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ജയലക്ഷ്മിക്കൊപ്പമാണ് ന്യൂസ് മലയാളം ഉള്ളത്. ഒരു നല്ല ജനപ്രതിനിധിയാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പം എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു പ്രവർത്തനത്തിന് ഇറങ്ങിയത്. അതിലെല്ലാം ഉപരി ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ അവൾക്ക് സമൂഹത്തിലേക്ക് പല രീതിയിലുള്ള സംഭാവനകൾ നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കോളേജിലാണെങ്കിൽ പോലും ഇവൾ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് തന്നെയാണ്. ഇപ്പം ഞങ്ങളുടെ കോളേജിലെ KSU പ്രസിഡന്റും കൂടിയിട്ടാണ്. അതുമാത്രമല്ല, ഇവളെ എന്തിനും ഏതിനും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവള് അതിൻ്റെ മാക്സിമം എഫേർട്ട് ഇവൾ ഇടാറുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവൾ സാധാരണ എല്ലാത്തിനും വന്ന് നിൽക്കത്തുള്ളൂ. ഇലക്ഷൻ പറഞ്ഞ അമ്മ സജീവമായിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്, മകനും ഇപ്പം എല്ലായിടത്തും ഉണ്ട്. അതെ, ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ജയലക്ഷ്മി വിജയിക്കുമോ? എങ്ങനെയാണ് സാധ്യത? ഉറപ്പായിട്ടും ജയലക്ഷ്മി വിജയിച്ച് തന്നെ ജയിക്കും. എന്തുകൊണ്ട് ജയിക്കണം? നല്ല ക്വാളിറ്റി ഉണ്ട്. കോളേജിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, അവിടെ നല്ലപോലെ പ്രവർത്തിച്ചു. നിയമ വിദ്യാർത്ഥിയായ ജയലക്ഷ്മി ഒരു പിടി വികസന സ്വപ്നങ്ങളാണ് വോട്ടർമാർക്ക് മുന്നിൽ വയ്ക്കുന്നത്. പഴയ കൗൺസിലർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാര്യം തന്നെ തുടർന്ന് പോകാന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ കോർപ്പറേഷനിൽ നിന്ന് കൊടുക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് ലൈറ്റുകൾ തന്നെ ഇതുവരെ ഒരു 150 ലൈറ്റുകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് കാരണമാണ് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇല്ലാത്തതും. മെയിനായിട്ട് നമ്മുടെ തീരദേശ പ്രദേശത്ത് അത്യാവശ്യമായിട്ടൊരു കുടിവെള്ളത്തിന് ഒരു ടാങ്ക് നിർമ്മാണം ഉടനെ വേണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. കാര്യം അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കോർപ്പറേഷൻ ഭരണം പിടിച്ചിട്ട് വേണം UDFന്റെ അല്ലെങ്കിൽ ഒരു കൗൺസിലറായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ വിചാരിക്കുന്നത് കുടിവെള്ള പ്രശ്നം. കോളേജിലെ പരീക്ഷയും ജനവിധി എന്ന പരീക്ഷയും ഉയർന്ന മാർക്കിൽ വിജയിച്ച് കയറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജയലക്ഷ്മി പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി ഉള്ളത്. എന്തായാലും ആ പ്രചരണ പ്രവർത്തനങ്ങളുമായി ജയലക്ഷ്മി മുന്നോട്ട് പോവുകയാണ്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.